ബൈസൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. കാൽനടയാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. റോഡിൽ മൃഗങ്ങൾ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. കടത്ത് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. വീഴുന്ന പാറകൾ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. റോഡിൽ താഴ്ച എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. റോഡിൽ ഹമ്പ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. മുന്നിൽ വഴി തടസ്സം എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. ഗ്യാപ്പ് ഓൺ മീഡിയൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. റോഡിൽ തൊഴിലാളികളുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. 200 മീറ്റർ അകലെ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. 200 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. 50 to 100 മീറ്റർ അകലെ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. ടി ഇന്റർസെക്ഷൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി.
ഉത്തരം ഓപ്ഷൻ സി. 50 to 100 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. അപകടകരമായ ഡ്രൈവിംഗ് താഴെ പറയുന്നവയിൽ ഏതാണ്? ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കുക, MV ആക്ട് 184 പ്രകാരം ശിക്ഷാർഹമായ കുറ്റം, സ്റ്റോപ്പ് ലൈൻ ലംഘിക്കുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഒരു കവലയിലോ ജംഗ്ഷന് മുമ്പോ ശേഷമോ ഡാഷ് മീറ്ററിനുള്ളിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. 50 മീറ്റർ, 5 മീറ്റർ, 100 മീറ്റർ, 10 മീറ്റർ. ഉത്തരം ഓപ്ഷൻ എ, 50 മീറ്റർ. മൾട്ടി ടോൺ ഹോണുകളോ ഫ്ലാഷിംഗ് ലൈറ്റുകളോ ഉള്ള ഒരു എമർജൻസി വാഹനത്തിൽ നിന്ന് ഒരു ഡ്രൈവർ മിനിമം എത്ര ദൂരം പാലിക്കണം? 25 മീറ്റർ, 50 മീറ്റർ, 75 മീറ്റർ, 100 മീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി, 50 മീറ്റർ. 2017 മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻസിന്റെ ലംഘനത്തിന് പിഴ ചുമത്താൻ മോട്ടോർ വാഹന നിയമത്തിലെ ഏതു വകുപ്പാണ് ഉപയോഗിക്കുന്നത്? സെക്ഷൻ 177A, സെക്ഷൻ 177, സെക്ഷൻ 184, സെക്ഷൻ 185. ഉത്തരം ഓപ്ഷൻ എ, സെക്ഷൻ 177A. ഒരു ഹൈവേയിൽ തകരാറായ വാഹനത്തിനു പിന്നിൽ മുന്നറിയിപ്പ് ത്രികോണങ്ങൾ എത്ര അകലത്തിൽ പാലിക്കണം? 75 മീറ്റർ, 10 മീറ്റർ, 25 മീറ്റർ, 50 മീറ്റർ. ഉത്തരം ഓപ്ഷൻ ഡി, 50 മീറ്റർ. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.